കഥകളിലൂടെ ഇംഗ്ലീഷ് പഠിക്കാം. കപ്പലിൽ യാത്ര ചെയ്യുന്ന സമയത്ത് കപ്പൽ അപകടത്തിൽപ്പെടുകയും ഒരു ദ്വീപിൽ ഒറ്റയ്ക്കായി പോകുകയും ചെയ്ത റോബിൻസൺ എന്ന ചെറുപ്പക്കാരൻ്റെ സാഹസികത നിറഞ്ഞ കഥയാണ് നമ്മൾ ഇന്ന് കേൾക്കുന്നത്. കഥകൾ കേൾക്കുക എന്നത് മാത്രമല്ല നമ്മുടെ ഉദ്ദേശം. കഥകൾ കേൾക്കുന്നതോടൊപ്പം തന്നെ പുതിയ വാക്കുകൾ പഠിക്കുകയും ഗ്രാമർ ഐഡിയ മനസ്സിലാക്കുകയും വേണം. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് could, had to ഇവയുടെ ഉപയോഗങ്ങളാണ്. I walked along the side of a little river. ഒരു ചെറിയ നദിയുടെ തീരത്തിലൂടെ ഞാൻ നടന്നു. There I found open ground without trees. മരങ്ങളില്ലാത്ത തുറസായ ഒരു സ്ഥലം ഞാൻ കണ്ടെത്തി. Later I came to more trees with many different fruits. വ്യത്യസ്തമായ ഫലങ്ങളുള്ള കുറേ മരങ്ങൾ ഞാൻ കണ്ടെത്തി. I decided, ഞാൻ തീരുമാനിച്ചു എന്നർത്ഥം. I decided to take a lot of the fruit. പഴങ്ങളിൽ കുറേ എടുക്കുവാൻ ഞാൻ തീരുമാനിച്ചു. I decided to take a lot of the fruit and to put it to dry in the sun for a time. Then I could keep it for many months. പഴങ്ങൾ മാസങ്ങളോളം കേടുകൂടാതെ എടുത്തു വയ്ക്കുന്നതിന് വേണ്ടി പഴങ്ങൾ ശേഖരിച്ച് വെയിലത്തുണക്കാൻ റോബിൻസൺ തീരുമാനിച്ചു. First, I walked along the side of a little river. There I found open ground without trees. Later, I came to more trees with many different fruits. I decided to take a lot of the fruit and to put it to dry in the sun for a time. Then I could keep it for many months. That night, I went to sleep in a tree for the second time. രണ്ടാമത്തെ തവണയാണ് ഞാനൊരു മരത്തിൽ ഉറങ്ങിയത്. And the next day, I went on with my journey. അടുത്ത ദിവസം ഞാൻ എൻ്റെ യാത്ര തുടർന്നു. Soon I came to an opening in the hills. കുന്നുകൾക്കിടയിൽ ഒരു തുറന്ന സ്ഥലത്ത് ഞാൻ എത്തിച്ചേർന്നു. In front of me, everything was green. എനിക്ക് മുൻപിലായി എല്ലാം പച്ച നിറഞ്ഞതായിരുന്നു. And there were flowers everywhere. എല്ലാ സ്ഥലങ്ങളിലും പൂക്കൾ ഉണ്ടായിരുന്നു. There were also a lot of different birds and animals. വ്യത്യസ്തങ്ങളായ മൃഗങ്ങളും പക്ഷികളും അവിടെ ഉണ്ടായിരുന്നു. That night, I went to sleep in a tree for the second time. And the next day, I went on with my journey. Soon, I came to an opening in the hills. In front of me, everything was green, and there were flowers everywhere. There were also a lot of different birds and animals. I saw that my house was on the worst side of the island. ആ ദ്വീപിലെ ഏറ്റവും മോശമായ സ്ഥലത്താണ് തൻ്റെ വീടെന്ന് റോബിൻസൺ മനസ്സിലാക്കി. But I didn't want to move from there. മോശമായ സ്ഥലത്താണ് തൻ്റെ വീടുണ്ടായിരുന്നതെങ്കിലും അവിടെ നിന്നും മാറുവാൻ റോബിൻസൺ ആഗ്രഹിച്ചിരുന്നില്ല. I didn't want to move from there. ഞാൻ അവിടെ നിന്നും മാറുവാൻ ആഗ്രഹിച്ചിരുന്നില്ല. It was my home now. അത് അപ്പോഴെൻ്റെ വീടായിരുന്നു. I stayed away for 3 days. 3 ദിവസം ഞാൻ പുറത്ത് തങ്ങി. And then I came home. പിന്നീട് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വന്നു. But I often went back to the other, greener side of the island. I often went back. ഞാൻ പലപ്പോഴും തിരിച്ചു പോയിരുന്നു. പച്ചപ്പ് നിറഞ്ഞ ദ്വീപിൻ്റെ മറുവശത്തേക്ക് ഞാൻ പലപ്പോഴും പോയിരുന്നു എന്ന് സാരം. I saw that my house was on the worst side of the island. But I didn't want to move from there. It was my home now. I stayed away for 3 days
and then I came home. But I often went back to the other, greener side of the island. And so my life went on. Every month I learnt to do or to make something new. എല്ലാ മാസവും പുതിയതായി എന്തെങ്കിലും നിർമ്മിക്കാനോ ചെയ്യുവാനോ ഞാൻ പഠിച്ചു. But I had troubles and accidents too. എനിക്ക് പ്രശ്നങ്ങളും അപകടങ്ങളും സംഭവിച്ചിരുന്നു. Once there was a terrible storm with very heavy rain. ഒരിക്കൽ ശക്തമായ കാറ്റും മഴയും ഉണ്ടായി. The roof of my cave fell in and nearly killed me. ഗുഹയുടെ മേൽക്കൂര താഴെ വീണു. കഷ്ടിച്ച് ഞാൻ രക്ഷപ്പെട്ടു എന്ന് സാരം. I had to build it up again with many pieces of wood. കുറെ മരക്കഷ്ണങ്ങൾ ഉപയോഗിച്ച് എനിക്കത് വീണ്ടും നിർമ്മിക്കേണ്ടതായി വന്നു. I had to do something. എനിക്കൊരു കാര്യം ചെയ്യേണ്ടതുണ്ടായിരുന്നു എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് I had to do something എന്ന ഗ്രാമർ ഉപയോഗിക്കുന്നത്. I had a lot of food now. I cooked it over a fire or dried it in the sun. എനിക്ക് ആവശ്യത്തിന് ഭക്ഷണമുണ്ടായിരുന്നു. I cooked it over a fire. തീക്ക് മുകളിൽ ഞാൻ ഭക്ഷണം വേവിച്ചെടുത്തു. Or dried it in the sun. അല്ലെങ്കിൽ ഞാൻ ഭക്ഷണം വെയിലത്ത് ഉണക്കിയെടുത്തു. So I always had meat during the rainy months when I could not go out with a gun. തോക്കുപയോഗിച്ച് പുറത്തു പോയി ഭക്ഷണം ശേഖരിക്കാൻ സാധിക്കാത്ത മഴക്കാലത്ത് പോലും എനിക്ക് ആവശ്യത്തിന് ഭക്ഷണമുണ്ടായിരുന്നു എന്ന് സാരം. I learnt to make pots to keep my food in. ഭക്ഷണം ശേഖരിച്ചു വയ്ക്കുന്നതിന് വേണ്ടി മൺപാത്രങ്ങൾ ഉണ്ടാക്കാൻ ഞാൻ പഠിച്ചു. But I wanted very much to make a harder, stronger pot. A pot that would not break in a fire. തീയിൽ തകർന്നു പോകാത്ത ഉറപ്പുള്ള ഒരു മൺപാത്രം ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു. I tried many times, but I could not do it. I tried many times. ഞാൻ പല തവണ അത് ശ്രമിച്ചു. പക്ഷേ എനിക്കത് ചെയ്യാൻ സാധിച്ചില്ല. I could not do it. എനിക്കത് ചെയ്യാൻ സാധിച്ചില്ല. Then one day I was lucky. I made some new pots and put them in a very hot fire. തീയിൽ തകർന്നു പോകാത്ത പാത്രങ്ങൾ ഉണ്ടാക്കാൻ, മൺപാത്രങ്ങൾ ഉണ്ടാക്കാൻ റോബിൻസന് ആദ്യം സാധിച്ചില്ല എങ്കിലും പിന്നീട് അത് സാധിച്ചു. I made some new pots. ഞാൻ കുറച്ച് പുതിയ മൺപാത്രങ്ങൾ ഉണ്ടാക്കി. And put them in a very hot fire. ചൂടുള്ള തീയിൽ ഞാൻ അവ വെച്ചു. They changed color but did not break. മൺപാത്രങ്ങളുടെ നിറം മാറിയെങ്കിലും അവ തകർന്നില്ല. I left them there for many hours, and when they were cold again, I found that they were hard and strong. തീയിൽ ചൂടാക്കിയ ആ മൺപാത്രങ്ങൾ തണുപ്പിച്ചതിന് ശേഷം അവ ഉറപ്പുള്ളതാണെന്ന് ഞാൻ മനസ്സിലാക്കി. That night I was very happy. ആ രാത്രി ഞാൻ വളരെ സന്തോഷത്തിലായിരുന്നു. I had hot water for the first time on the island. അങ്ങനെ ആദ്യമായി തനിക്ക് ആ ദ്വീപിൽ ചൂടുവെള്ളം ലഭിച്ചു എന്നാണ് റോബിൻസൺ പറയുന്നത്. By then, I also had my own bread. That was luck too. One day I found a little bag. I found a little bag. ഞാനൊരു ബാഗ് കണ്ടെത്തി. Find എന്ന വെർബിന്റെ സെക്കൻഡ് ഫോം ആണ് found. We used it on the ship to keep the chickens food in. We used it on the ship. ഞങ്ങൾ കപ്പലിൽ അത് ഉപയോഗിച്ചിരുന്നു. On the ship. കപ്പലിൽ അത് ഉപയോഗിച്ചിരുന്നു എന്ന് പറയുമ്പോൾ in the ship എന്നല്ല നമ്മൾ പറയേണ്ടത്, on the ship എന്നാണ്. There was still some of the food in the bag. ആ ബാഗിൽ
കുറച്ച് ഭക്ഷണം ബാക്കിയുണ്ടായിരുന്നു. And I dropped some of it onto the ground. ആ ഭക്ഷണത്തിൽ കുറച്ച് നിലത്ത് വീണു എന്ന് സാരം. A month later, I saw something bright green there. And after 6 months, I had a very small field of corn. ബാഗിൽ നിന്ന് ചോളം നിലത്ത് വീഴുകയും മുളച്ച് വലുതാവുകയും ചെയ്തു എന്ന് സാരം. I was very excited. Perhaps now I could make my own bread. ഒരു പക്ഷേ എനിക്ക് സ്വന്തമായി ബ്രെഡ് ഉണ്ടാക്കാൻ സാധിച്ചേക്കാം എന്നോർത്ത് ഞാൻ ആകാംക്ഷാഭരിതനായി എന്നർത്ഥം. It was easy to say, but not so easy to do. അത് പറയാൻ എളുപ്പമായിരുന്നു, പക്ഷെ ചെയ്യാൻ അത്ര എളുപ്പമായിരുന്നില്ല. It is a lot of work to make bread from corn. ചോളത്തിൽ നിന്നും ബ്രെഡ് ഉണ്ടാക്കാൻ കുറെ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. Many people eat bread, but how many people can take corn from a field and make bread out of it without help? വളരെയധികം ജനങ്ങൾ ബ്രെഡ് കഴിക്കാറുണ്ട്, പക്ഷേ എത്ര വ്യക്തികൾക്ക് ചോളം ശേഖരിക്കാനും പരസഹായമില്ലാതെ ചോളത്തിൽ നിന്ന് ബ്രെഡ് ഉണ്ടാക്കാനും സാധിക്കും? I had to learn and to make many new things, and it was a year before I cooked and ate my first bread. എനിക്ക് പല പുതിയ കാര്യങ്ങളും പഠിക്കേണ്ടതും ഉണ്ടാക്കേണ്ടതും ഉണ്ടായിരുന്നു. ഒരു വ്യക്തിക്ക് ഒരു കാര്യം ചെയ്യേണ്ടതുണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് I had to do something എന്ന പാറ്റേൺ ഉപയോഗിക്കുന്നത്. I had to practice English yesterday. എനിക്ക് ഇന്നലെ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ടായിരുന്നു. ഇതൊരു എക്സാമ്പിൾ സെന്റൻസ് ആണ്. തിയറി മനസ്സിലാക്കി കഴിഞ്ഞാൽ അത്തരത്തിലുള്ള സെന്റൻസുകൾ നമ്മൾ ഉപയോഗിക്കാൻ ശ്രമിക്കണം. During all this time, I never stopped thinking about escape. ഈ കാലഘട്ടത്തിലൊന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള ചിന്തകൾ ഞാൻ അവസാനിപ്പിച്ചില്ല എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിലെല്ലാം രക്ഷപ്പെടുന്നതിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിരുന്നു എന്നർത്ഥം. When I traveled across to the other side of the island, I could see the other islands. And I said to myself, perhaps I can get there with a boat. Perhaps I can get back to England one day. ദ്വീപിന്റെ മറുവശത്തേക്ക് ഞാൻ സഞ്ചരിച്ചപ്പോഴെല്ലാം മറ്റു ദ്വീപുകൾ എനിക്ക് കാണാൻ സാധിച്ചിരുന്നു. മറ്റു ദ്വീപുകൾ കാണാൻ സാധിച്ച സമയത്തെല്ലാം ഞാൻ എന്നോട് തന്നെ ഇപ്രകാരം പറഞ്ഞിരുന്നു, ഒരു പക്ഷേ ഒരു ബോട്ട് ഉപയോഗിച്ച് എനിക്ക് അവിടെ എത്തിച്ചേരാൻ സാധിച്ചേക്കാം. ഒരു പക്ഷേ ഒരു ദിവസം എനിക്ക് ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചു പോകാൻ സാധിച്ചേക്കാം. So I decided to make myself a boat. അതുകൊണ്ട് ഞാൻ എനിക്ക് വേണ്ടി ഒരു ബോട്ട് ഉണ്ടാക്കാൻ തീരുമാനിച്ചു. I cut down a big tree and then began to make a long hole in it. ഞാനൊരു വലിയ മരം മുറിച്ചിട്ടു. അതിനുശേഷം അതിൽ നീളമുള്ള ദ്വാരമുണ്ടാക്കാൻ ആരംഭിച്ചു. It was hard work. But about 6 months later, I had a very fine canoe. അത് വളരെയധികം കഠിന പ്രയത്നമായിരുന്നു. 6 മാസങ്ങൾക്ക് ശേഷം എനിക്ക് വളരെ നല്ല ഒരു തോണി ലഭിച്ചു. Canoe. തോണി അല്ലെങ്കിൽ വഞ്ചി എന്നെല്ലാം അർത്ഥം. Next, I had to get it down to the sea. How stupid I was. ഇനി എനിക്ക് തോണി കടലിലേക്ക് ഇറക്കേണ്ടതുണ്ടായിരുന്നു. എത്ര വിഡ്ഢിയായിരുന്നു ഞാൻ. Why didn't I think before I began work? Why didn't I think before I began work? അതൊരു നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. എന്തുകൊണ്ട് ഞാൻ ജോലി ആരംഭിക്കുന്നതിന് മുൻപ് ചിന്തിച്ചില്ല?
Of course, the canoe was too heavy. തോണി വളരെ ഭാരമുള്ളതായിരുന്നു. I couldn't move it. എനിക്ക് അത് നീക്കാൻ സാധിച്ചില്ല. എനിക്ക് വഞ്ചി നീക്കാൻ സാധിച്ചില്ല എന്ന് സാരം. ഒരു വ്യക്തിക്ക് ഒരു കാര്യം ചെയ്യാൻ സാധിച്ചില്ല എന്ന് പറയാൻ വേണ്ടിയാണ് couldn't എന്ന ഫോം ഉപയോഗിക്കുന്നത്. I couldn't call you yesterday. എനിക്ക് നിന്നെ ഇന്നലെ വിളിക്കാൻ സാധിച്ചില്ല. തിയറി മനസ്സിലാക്കി കഴിഞ്ഞാൽ അത്തരം സെന്റൻസുകൾ റിയൽ ലൈഫിൽ നമുക്ക് ഉപയോഗിക്കാൻ വളരെ എളുപ്പമായിരിക്കും. I pulled and pushed and tried everything, but it didn't move. ഞാൻ വലിച്ചു നോക്കി, തള്ളി നോക്കി, പലതും ചെയ്തു, പക്ഷെ അത് അനങ്ങിയില്ല. I was very unhappy for a long time after that. അതിനുശേഷം കുറച്ചു നാളത്തേക്ക് ഞാൻ വളരെ ദുഃഖത്തിലായിരുന്നു. That happened in my 4th year on the island. അത് സംഭവിച്ചത് 4ാമത്തെ വർഷം ഞാൻ ദ്വീപിൽ താമസിക്കുമ്പോഴായിരുന്നു. In my 6th year, I did make myself a smaller canoe, but I did not try to escape in it. 6ാമത്തെ വർഷം ഞാനൊരു ചെറിയ വഞ്ചി ഉണ്ടാക്കി, പക്ഷേ ഞാൻ അതിൽ രക്ഷപ്പെടാൻ ശ്രമിച്ചില്ല. The boat was too small for a long journey, and I did not want to die at sea. ആ വഞ്ചി വളരെ ചെറുതായിരുന്നു. ഞാൻ കടലിൽ കിടന്ന് മരിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല. The island was my home now, not my prison, and I was just happy to be alive. ആ ദ്വീപ് അപ്പോൾ എൻ്റെ വീടായിരുന്നു, എൻ്റെ തടവറയായിരുന്നില്ല. ജീവിച്ചിരുന്നതിൽ ഞാൻ സന്തുഷ്ടനായിരുന്നു. A year or two later, I made myself a second canoe on the other side of the island. 1-2 വർഷങ്ങൾക്ക് ശേഷം ദ്വീപിന്റെ മറുവശത്ത് ഞാൻ രണ്ടാമതും ഒരു വഞ്ചി ഉണ്ടാക്കി. I also built myself a second house there. ഞാൻ അവിടെ രണ്ടാമത്തെ വീടുണ്ടാക്കി. And so I had 2 homes. അങ്ങനെ എനിക്ക് 2 വീട് ലഭിച്ചു. My life was still busy from morning to night. പ്രഭാതം മുതൽ രാത്രി വരെ ഞാൻ അപ്പോഴും വളരെ തിരക്കിലായിരുന്നു. There were always things to do or to make. എപ്പോഴും എന്തെങ്കിലും ചെയ്യാനോ നിർമ്മിക്കാനോ ഉണ്ടായിരുന്നു. I learnt to make new clothes for myself from the skins of dead animals. മരിച്ച മൃഗങ്ങളുടെ തോലുപയോഗിച്ച് എനിക്ക് വേണ്ടി വസ്ത്രമുണ്ടാക്കാൻ ഞാൻ പഠിച്ചു. They looked very strange, it is true, but they kept me dry in the rain. അത് തീർത്തും വിചിത്രമായിരുന്നു, പക്ഷേ മഴയത്തെ എന്നെ നനയാതെ സംരക്ഷിച്ചു. I kept food and tools at both my houses, and also wild goats. എൻ്റെ 2 വീടുകളിലും ഞാൻ ഭക്ഷണവും ആയുധങ്ങളും സൂക്ഷിച്ചിരുന്നു, കൂടാതെ ആടുകളെയും. There were many goats on the island, and I made fields with high fences to keep them in. ആ ദ്വീപിൽ വളരെയധികം ആടുകൾ ഉണ്ടായിരുന്നു. ഉയരമുള്ള വേലികൾ ഉപയോഗിച്ച് ഞാൻ അവയെ എൻ്റെ കൃഷിസ്ഥലത്ത് നിർത്തിയിരുന്നു. They learned to take food from me, and soon I had goat's milk to drink every day. ആടുകൾ എന്നിൽ നിന്നും ഭക്ഷണം സ്വീകരിക്കാൻ പഠിച്ചു. അങ്ങനെ എനിക്ക് എല്ലാ ദിവസവും ആട്ടിൻപാലും ലഭിച്ചു. I also worked hard in my cornfields, and so many years went by. ചോളം വളരുന്ന സ്ഥലത്ത് ഞാൻ കഠിനമായി ജോലി ചെയ്തു. അങ്ങനെ കുറേ വർഷങ്ങൾ കടന്നുപോയി. Then, one year, something strange and terrible happened. ഒരു വർഷം തീർത്തും വ്യത്യസ്തമായ ഒരു കാര്യം
സംഭവിച്ചു. I often walked along the shore, and one day I saw something in the sand. ഞാൻ സാധാരണയായി കടൽ തീരത്തിലൂടെ നടക്കാറുണ്ടായിരുന്നു. ഒരു ദിവസം ഞാൻ മണലിൽ ചിലത് കണ്ടു. I went over to look at it more carefully and stopped in sudden surprise. എന്താണ് റോബിൻസൺ മണലിൽ കണ്ടതെന്ന് അടുത്ത വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാം. സംസാരിച്ച് പഠിക്കേണ്ട ഭാഷയാണ് ഇംഗ്ലീഷ്. റെക്കോർഡഡ് ക്ലാസ്സുകളുടെയും ലൈവ് ക്ലാസ്സുകളുടെയും ക്വാളിറ്റി മനസ്സിലാക്കുന്നതിന് വേണ്ടി സൗജന്യമായ ഒരു ക്ലാസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി പേര്, വാട്സപ്പ് നമ്പർ, ഇമെയിൽ അഡ്രസ് എന്നിവ ഈ നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കേണ്ടതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.